ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കുന്നതിന്റെ പ്രതീക്ഷാ നിർഭരത പ്രകടമാക്കിയാണ് ധനകാര്യ വകുപ്പ് മന്ത്രി കെ.എൻ. ബാലഗോപാൽ അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ കടുത്ത അവഗണനയും സാമ്പത്തിക ഉപരോധവും ചരക്കു സേവന നികുതി പോലുള്ള വരുമാന കേന്ദ്രീകരണ നീക്കങ്ങളുമാണ് സംസ്ഥാന സാമ്പത്തിക പ്രതിസന്ധിയുടെ പ്രധാന ഘടകമായി വർത്തിച്ചത്. അതോടൊപ്പം കോവിഡ് മഹാമാരി ഉൾപ്പെടെ തുടർ വർഷങ്ങളിൽ സംഭവിച്ച അസാധാരണ ദുരന്തങ്ങളും പ്രതിസന്ധിയുടെ ആക്കം കൂട്ടി. എന്നാൽ തനത് നികുതി വരുമാനം വർദ്ധിപ്പിച്ചും അനാവശ്യ ചെലവുകൾ ഒഴിവാക്കിയും ചെലവുകൾക്ക് മുൻഗണന നിശ്ചയിച്ചുമാണ് കേരളം പിടിച്ചു നിൽക്കുന്നതെന്ന് ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിന്റെ ആമുഖത്തിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. 2020-2021 തനത് നികുതി വരുമാനം 47,660 കോടി രൂപ ആയിരുന്നത് നടപ്പ് സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോഴേക്കും 81,000 കോടി രൂപയാകുമെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. 4 വർഷം കൊണ്ട് 70% വർധനവുണ്ടാക്കുവാൻ സാധിക്കുകയെന്നത് മെച്ചപ്പെട്ട ധനമാനേജ്മെന്റിനെയാണ് അടയാളപ്പെടുത്തുന്നത്. സംസ്ഥാനത്തിനുള്ള കേന്ദ്ര വിഭവ കൈമാറ്റത്തിൽ വന്ന കുറവ് 50,000 കോടി രൂപയിലധികമായിട്ടും ചെലവ് വർദ്ധിപ്പിക്കുവാനായത് തനതു വരുമാനത്തിൽ വർധനവ് വരുത്തിയതിനാലാണെന്ന് ഇതിലൂടെ വ്യക്തമാണ്. അതുപോലെ തന്നെ ധനക്കമ്മിയിലും കുറവ് വരുത്താൻ സാധിച്ചുവെന്നതും എടുത്തു പറയേണ്ടതാണ്. ഈ പശ്ചാത്തലത്തിൽ തയ്യാറാക്കിയ ബജറ്റ് ജീവിതത്തിന്റെ സർവ്വതല സ്പർശിയാണ് എന്നത് ആർക്കും ബോധ്യമാകുന്നതാണ്. നടപ്പു സാമ്പത്തിക വർഷം നാം ഏറെ ചർച്ച ചെയ്ത വിഷയമാണ് വയനാട് ചൂരൽമല ദുരന്തവും അതിനോട് കേന്ദ്ര സർക്കാർ കാട്ടിയ കുറ്റകരമായ അവഗണനയും. അപ്പോഴും ദുരിതബാധിതരെ ചേർത്തു നിർത്തുമെന്നും പുനരധിവാസം സമയബന്ധിതമായി നടപ്പിലാക്കുമെന്നും LDF സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. അത് അന്വർത്ഥമാക്കിയാണ് മറ്റ് സാമ്പത്തിക സഹായങ്ങൾക്കൊപ്പം 750 കോടി രൂപ ബജറ്റ് സഹായം പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൊച്ചി മെട്രോയ്ക്ക് പിന്നാലെ തിരുവനന്തപുരം മെട്രോ റെയിലിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് അടുത്ത സാമ്പത്തിക വർഷം തുടക്കമാകുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്ന സംസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതി വിഴിഞ്ഞം തുറമുഖത്തെ ബന്ധപ്പെടുത്തി വിഴിഞ്ഞം കൊല്ലം പുനലൂർ വികസന ത്രികോണത്തിന് 1000 കോടി, പടിഞ്ഞാറൻ തീരദേശ കനാലിന്റെ സ്വാധീന മേഖലയുടെ സാമ്പത്തിക വികസനത്തിന് 500 കോടി, കൊച്ചി സുസ്ഥിര നഗരഭൂമി പുനഃക്രമീകരണ പദ്ധതിക്ക് 10 കോടി വീതം നീക്കിവച്ചത് വികസനത്തിന്റെയും ആസൂത്രണത്തിന്റെയും പുതിയ വിധാനങ്ങളെക്കുറിച്ചുള്ള സംസ്ഥാന സർക്കാരിന്റെ ഭാവനയെ യാഥാർത്ഥ്യമാക്കുന്നതിന് ഉതകുന്നവയാണ്. ദരിദ്ര ജനവിഭാഗങ്ങളുടെ ഭവന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനായി അച്യുതമേനോൻ സർക്കാർ ആവിഷ്കരിച്ച് MN ലക്ഷം വീട്, ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ലൈഫ്, പുനർഗേഹം തുടങ്ങിയവയും സഹകരണ ഭവന പദ്ധതിയും പ്രഖ്യാപിച്ചും മതിയായ വിഹിതം നീക്കിവെച്ചും ഭവനരഹിതരില്ലാത്ത കേരളമെന്ന സർക്കാരിന്റെ മുൻഗണനാ ബജറ്റിലൂടെ ആവർത്തിച്ചിട്ടുമുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ നിരന്തര അവഗണന നേരിടുന്ന ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ അടുത്ത വർഷം 10,50,00,000 തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കുമെന്ന പ്രഖ്യാപനം ലക്ഷക്കണക്കിന് ഗ്രാമീണ കുടുംബങ്ങൾക്ക് കൈത്താങ്ങുമെന്ന പ്രതീക്ഷ നൽകുന്നതാണ്. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി 700 കോടിയും ആരോഗ്യ മേഖലയ്ക്ക് ആകെ 10,431 കോടി 73 ലക്ഷം രൂപയും നീക്കിവച്ചിട്ടുണ്ട്. റോഡുകൾക്കും പാലങ്ങൾക്കുമായി 4,219 കോടി 41 ലക്ഷം രൂപ നീക്കിവെച്ചതിലൂടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള മുൻഗണന എടുത്തുകാട്ടുന്നു. ഹോംസ്, ഹോട്ടൽ ശൃംഖലകളും മൈസ് ടൂറിസവും പോലുള്ള ഭാവനാസമ്പന്നമായ പദ്ധതികളും പ്രഖ്യാപിച്ചിരിക്കുന്നു. കേരളത്തിന്റെ തനത് പ്രത്യേകതയായ വൈജ്ഞാനിക മനുഷ്യവിഭവശേഷി വർദ്ധിപ്പിക്കുന്നതിന് മുൻ ബജറ്റിൽ നിർദ്ദേശിച്ച വിജ്ഞാന സമ്പദ് വ്യവസ്ഥയുടെ തുടർച്ചയെന്ന നിലയിൽ ഉന്നത വിദ്യാഭ്യാസത്തെ മികവിന്റെ കേന്ദ്രങ്ങളാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളുമുണ്ട്. വയോജനങ്ങൾ, കുട്ടികൾ, സ്ത്രീകൾ തുടങ്ങി സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും പരിഗണിക്കുന്നതിനുള്ള പദ്ധതികളുമുണ്ട്. വിപണി ഇടപെടലുകൾക്ക് 2063, വിള പരിപാലനത്തിന് 535.90, കേര പദ്ധതിക്ക് 100, നെൽകൃഷി വികസനത്തിന് 150, നാളികേര വികസനത്തിന് 73, മണ്ണ് ജല സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് 77.99, മൃഗസംരക്ഷണ മേഖലയ്ക്ക് 317.9, ക്ഷീരവികസനത്തിന് 120.93 കോടി രൂപ വീതം നീക്കിവെച്ച് സർക്കാരിന്റെ മുൻഗണനാ വിലക്കയറ്റം പിടിച്ചു നിർത്തുകയും കാർഷിക ക്ഷീരവികസന മേഖലകളെ പരിപോഷിപ്പിച്ച് സ്വയം പര്യാപ്തത കൈവരിക്കുകയുമാണെന്ന് ഊന്നുകയും ചെയ്തിട്ടുണ്ട്. സമീപകാലത്ത് കേരളം നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളെയും ബജറ്റ് അഭിസംബോധന ചെയ്തിരിക്കുന്നു. വന്യജീവി ആക്രമണം നേരിടുന്ന മേഖലയ്ക്കായുള്ള 50 കോടിയുടെ പ്രത്യേക പാക്കേജ്, സാമ്പത്തിക തട്ടിപ്പുകളെ നേരിടുന്നതിനുള്ള ബോധവൽക്കരണ ക്യാമ്പയിൻ എന്നിവയും ശ്രദ്ധേയമായി. അതോടൊപ്പം പരിസ്ഥിതി സംരക്ഷണത്തിൽ പാലിക്കേണ്ട തത്വങ്ങൾ ആദ്യ ഭാഗത്തു തന്നെ പരാമർശിച്ചിട്ടുണ്ട്. അതിൽ സ്വയം വിമർശനവുമുണ്ട്. ഏത് സ്ഥലത്തും
എന്തുമാകാമെന്ന അനാരോഗ്യകരമായ സമീപനമാണ് നിർഭാഗ്യവശാൽ നാം പൊതുവെ സ്വീകരിച്ചു പോന്നിട്ടുള്ളതെന്നും എവിടെ എന്തൊക്കെയാവാം, എവിടെ എന്തൊക്കെ പാടില്ല എന്ന് ശാസ്ത്രീയമായി നിശ്ചയിച്ചിട്ടുള്ള സ്ഥലമാന ആസൂത്രണത്തിന് ഇനി മുതൽ കേരളം ഉയർന്ന പരിഗണന നൽകുമെന്നുമുള്ള പ്രഖ്യാപനം അതാണ് വ്യക്തമാക്കുന്നത്. ഡിജിറ്റൽ സർവേയും പട്ടയം വിതരണവും പൂർത്തിയാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും സ്വാഗതാർഹമാണ്. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും വിഷയത്തിൽ പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ അവസാന ഗഡു ഫെബ്രുവരിയിൽ വിതരണം ചെയ്യും. ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ 2 ഗഡു ഈ സാമ്പത്തിക വർഷം തന്നെ അനുവദിക്കും. ദിവസവേതന കരാർ ജീവനക്കാരുടെ വേതനം 5% വർദ്ധിപ്പിക്കും. 1 ഗഡു ക്ഷമാശ്വാസം ഏപ്രിൽ മാസത്തിൽ നൽകും എന്നീ പ്രഖ്യാപനങ്ങളുമുണ്ട്. പങ്കാളിത്ത പെൻഷന് പകരം ഉറപ്പായ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുമെന്ന പ്രഖ്യാപനത്തിലെ ആശങ്കകൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. ജീവനക്കാരുടെ വിഹിതം ഈടാക്കിയാകില്ല, മറിച്ച് നിയമപരമായ ഉത്തരവാദിത്തമെന്ന നിലയിലായിരിക്കും ഇത് നടപ്പിലാക്കുക എന്ന് ഉറപ്പിക്കാനാകണം. സാമ്പത്തിക ബുദ്ധിമുട്ടിനിടയിലും വികസനത്തിനും ക്ഷേമത്തിനും ഊന്നൽ നൽകിയിരിക്കുന്ന ബജറ്റിൽ അധിക വിഭവ സമാഹരണത്തിനുള്ള നിർദ്ദേശങ്ങൾ എല്ലാ വിഭാഗത്തിനും വലിയ ബാധ്യതകൾ വരുത്താതിരിക്കുവാനും ശ്രദ്ധിച്ചിരിക്കുന്നു. ഇതെല്ലാം കൊണ്ട് തന്നെ കേരളത്തിന്റെ ഭാവി വികസനവും ജനങ്ങളുടെ ക്ഷേമവും ലക്ഷ്യം വെച്ച് മുന്നേറുന്ന സർക്കാരിനു വേണ്ടി യാഥാർത്ഥ്യ ബോധത്തോടെയാണ് ബജറ്റ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് സംശയലേശമന്യേ വിലയിരുത്താനാവുന്നതാണ്.